ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ BO യൂട്യൂബ് ക്രേ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഹാപ്പി വീൽസ് എന്ന് പറഞ്ഞൊരു മൾട്ടിപ്ലെയർ ഗെയിമായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ മോഹത്തേക്ക് ആക്കിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഹാപ്പി വീൽസ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങും ഗൈസ്. ഫസ്റ്റ് നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 100 വരെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലെവൽ 1 ആദ്യം നോക്കാം. ലെവൽ 1 ഏതൊരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരന് ഷീയുടെ മോനൂസേ പുള്ളിക്കാരനെ എന്താ കാണിച്ചേ? ഇനി ബാക്ക് ഇല്ല. ഉയ്യോ പോയി. ഓ ഓ ഓ ഇനി ജമ്പ് വെക്കാം. ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പിലല്ല കളിക്കണത്, ഞാൻ ഇപ്പോൾ അമ്മയുടെ ഫോണിലാണ് കളിക്കണത്. അപ്പോൾ ചാടുക ഇതൊക്കെ സിമ്പിളല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ കളിക്കണോണ്ടാകുന്നതുകൊണ്ട് ഇതെന്താണ് ഇവൻ ഗൈസ്. അപ്പോൾ അടുത്തത് ഇത് ആ ബോംബാട്ടത്. മറ്റേ സ്ഥലത്ത് ബോംബാണ് ജസ്റ്റ് ഗൈസ്. മറ്റേ സ്ഥലത്ത് ബോംബായിരുന്നു. അപ്പോഴത്തേക്കും കാർ വന്നു ഗൈസ്. എൻ്റെ ആ ലാൻഡിങ് സീനായിരുന്നു. ചാടിക്കോൾ ചാടണ്ടല്ലോ. ഐക്യു ലെവൽ. അപ്പോൾ നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് ഈ പരസ്യം എന്താ പരസ്യം വേണ്ട. എനിക്ക് പരസ്യം വേണ്ട ഗൈസ്. ഈ പരസ്യം എപ്പോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരസ്യം തീരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിഷയം ആഗ്രഹമാണ് പരസ്യം തീരുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വിചാരിച്ച സുഖമല്ല സുഖമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വന്നേക്കാണ് ശരിക്കും. അപ്പം എടാ അടുത്തത് ഒരു മറ്റേ ഇത് ഓടിക്കുന്ന ആളാണ്. ഒരു ഇതിലുള്ളതാണ്. അപ്പം നമ്മൾ ഒന്ന് തുടങ്ങാം. ഇത് ഇതൊക്കെ സ്പീഡിൽ പോകട്ടെ. നമുക്ക് സ്പീഡിൽ പോയാൽ പയ്യെ പോകണമാണ്. എൻ്റെ എൻ്റെ മോനെ ഇത് ഞാൻ നേരത്തെ പണ്ടൊന്നും കളിച്ചിട്ടുണ്ട്. ഓർക്കുള്ള എനിക്ക് ഓർമ്മയില്ല. എന്ന് കളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് കുറേ ലെവൽസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ വെറും 5 ലെവൽസ് ചേർക്കാൻ പറ്റുമോ നോക്കാം. ഇതിപ്പോൾ സെക്കൻഡ് ലെവലാണ്. ഇനി ഇത് റിവേഴ്സാണോ ലിഫ്റ്റാണ് ചോദിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ എന്തായാലും പുള്ളിക്കാരൻ്റെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ടോപ്പിക്ക് കാണിച്ചു തരാം. അതിൻ്റെ അടി ഇവിടെ ഇടാ എന്റെടാ ഞാൻ കാണിച്ചു തരാം. ചുമ്മൊരു ഇത് കാണിച്ചു തരാം. വേണ്ട എന്നിട്ട് പറഞ്ഞതാ. എൻ്റെ പൊന്നി അത് നമുക്ക് അടുത്ത് തുടക്കാൻ കഴിച്ചു. ഇങ്ങനെയാണ് ആദ്യം തന്നെ ഒരു ഹോളിൽ കൂടെ കയറിയിട്ട് മേളിട്ട് പറന്ന് തന്നെ. ഇത് എൻ്റെ പൊന്ന് ദൈവമേ സീനാട്ടോ. അപ്പോൾ സീനാണിത് വന്നത്. സീൻ മോനെ. അപ്പം നമുക്ക് ഇതുപോലെ ചാടി കൊടുക്കാം. നമ്മൾ പ്രോ പ്ലെയേഴ്സിനെ കുറിച്ചാണ് ചെയ്യുക. ചാടിക്കോ വങ്ങിക്കോ. പക്ഷെ ഇവിടെ തുമ്പ സാധനം ഇൻവിസിബിളാവും. അത് നമ്മൾ പറഞ്ഞിട്ടാണ് ഇത് തന്നെ ചെയ്തത്. ഇതപ്പോൾ നമ്മൾ അപ്പോൾ ബാക്കിലോടേക്ക് കിട്ടോ. അയ്യോ എന്താണ് ഗൈസ് എന്തിൻ്റെ കേടാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അച്ഛനെ ജോലി ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ പിന്നെയും പട്ടേനെന്ന് പിന്നെ വെട്ടാൻ പോകട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്യണ പോലെ അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇപ്പം ഇവിടെ ഒന്നും ചെയ്യില്ല. ഇവിടെ അങ്ങനെ മുറിയൊന്നുമില്ല. കുടിച്ചോ സീൻ മോനെ ബാക്ക്ഗ്രൗണ്ടിന് എന്തെങ്കിലും മ്യൂസിക് കേൾക്കണമെങ്കിൽ വരും. സോറി കേട്ടോ കേസ്. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട് കുറച്ച്. എടാ അവിടെ ഇറങ്ങണോ? മനസ്സിലായി. ഇത് അവിടെ ഇറങ്ങണം. അവിടെ ബ്രേക്ക് പിടി. എടാ ബ്രേക്ക് പിടിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക് പിടിക്കുന്ന വെച്ചാൽ ബാക്ക് ഫ്രണ്ട് പിടി അത്രേ ഉള്ളൂ. അതിന് ബാക്ക് റിവേഴ്സ് എടുക്കുക. ഇനി അങ്ങനെ കയറിയിട്ട് ബാക്ക് എടുക്കണം. നമ്മൾക്കൊക്കെ നമ്മുടെ പ്രോ പ്ലേയേഴ്സിനാണ് ഇത് അറിയുന്നത്. പ്രോ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ പപ്പർ ഫിഷാണ് ചെയ്യുന്നത്. ഐ ആം ദ വിക്ടറി ഇനി സെക്കൻഡ് തേർഡ് ലെവൽ. ഇനി കണ്ടിൽ
ഫുൾ പരസ്യം ഗെയിമാണെങ്കിൽ നെറ്റ് വേണമെന്ന് അറിയില്ല. ഞാൻ നെറ്റ് ഓൺ ആക്കിയുണ്ട്. നെറ്റ് വേണമെന്ന് അറിയില്ല. എന്തായാലും പരസ്യം കയറി മൈൻഡ് എനിക്കറിയില്ല. പരസ്യം നിങ്ങളെ മൈൻഡ് ആക്കരുത്. സോറി പരസ്യം മൈൻഡ് ആക്കരുത്. സോ ഇതപ്പം അടുത്തത് ഇതൊരു പുള്ളിക്കാരൻ എന്താ പറയുക പിന്നെ സ്ഥലം അമ്പ് പുള്ളിക്കാരൻ്റെ മേത്ത് കുറച്ച് പുള്ളിക്കാരൻ്റെ തലയെ കൊണ്ട് നേരെ തല ഇത് കണ്ടിട്ട് പുള്ളിക്കാരൻ ഇതായിട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് നോക്കണം. ആ തല എത്തുമ്പോൾ തന്നെ മാറിക്കോ. എടാ ഇതെന്താണത് എടാ ഒന്നുകൂടി നമ്മൾ കളിക്കണ്ട്. ഇന്ന മണി കയറി പോണോ എൻ്റെ ആ കമ്പി കയറി ലെവല് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതായി പോട്ടോ. ഇനി ഞാൻ വിടില്ല. നമുക്ക് ജയിക്കണം ഒന്നും പറഞ്ഞില്ല കേസ്. ഞാനൊന്നും പറഞ്ഞില്ല. ജയിക്കണം. പിന്നെ ഇതെന്താണ് കേസത്? ഇതെന്തോന്നത് എനിക്ക് മനസ്സിലാവുള്ള. പുള്ളിക്കാരെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ആ മത്സരം എന്തായാലും പോയി. അത് വേറെ കാര്യം ഉണ്ടാണ്ട. പുള്ളിക്കാരൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അത്രേ ഉള്ളൂ മോനെ. റീസ്റ്റാർട്ട് കേസ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആയിട്ട് ചെയ്തു വരാട്ടോ. അപ്പോൾ സോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് നിങ്ങൾ മറക്കാണ്ട് ചെയ്യരുത്. അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്നത് ലൈക്ക് ഷെയർ ചെയ്യുക. ബൈ.